നമസ്കാരം. കൗമുദി ടിവിയുടെ കാർഷിക പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. വയലിൻ്റെ നാടാണ് വയനാട്. സാക്ഷാൽ കൃഷിയുടെ വിളനിലം. അടിവാരത്തു നിന്നും ചുരം കയറിയാൽ വയനാട്ടിലേക്ക് പോകാം. കുമ്പത്തിൻ്റെ വെയിൽ വയനാടിന് പ്രശ്നമല്ല. കുളിർമയുള്ളൊരു കാറ്റ് ഞങ്ങളെ തഴുകി വരുന്നു. മണ്ണിനോടും വെയിലിനോടും പടവെട്ടിയ ചില കർഷകർ ഇവിടെയുണ്ട്. അവരെ തേടിയാണ് ഇത്തവണ ഹരിതം സുന്ദരത്തിൻ്റെ യാത്ര. വയനാട് തെക്കുംകരയിൽ ശശീന്ദ്രൻ്റെ കൃഷിയിടത്തിൽ എത്തി നിൽക്കുകയാണ് ഹരിതം സുന്ദരം. സുൽത്താൻ ബത്തേരി ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ ദേശാഭിമാനത്തിന്റെ പടയൊരുക്കം നടന്ന ഭൂമിക. ചരിത്രത്തെ രക്തത്തിലൂടെ വലിച്ചിഴച്ച ധീരയോദ്ധാക്കളുടെ സ്മരണ ഇവിടെ ഉറങ്ങുന്നുണ്ട്. ചുരം കടന്ന് വയനാട്ടിലെത്തി ബത്തേരിയിൽ നിന്നും 12 കിലോമീറ്റർ പിന്നിട്ടാൽ വേങ്ങപ്പള്ളി പഞ്ചായത്തിലെത്താം. അവിടെ തെക്കുംകരയിൽ ശശീന്ദ്രൻ എന്ന കർഷകനുണ്ട്. മികച്ച മത്സ്യകർഷകനുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം ശശീന്ദ്രന്റെ ശ്യാം ഫാംസിലാണ് ഇത്തവണ ചെന്നത്. തെക്കുംകരയിലെ കൃഷിയിടത്തിലേക്ക് ക്യാമറ മിഴി തുറക്കുന്നു. വിശാലമാണ് ഈ ഭൂമിക. കുമ്പത്തിൽ വയനാട്ടിൽ മൊത്തം വെള്ളം വറ്റുമ്പോഴും ശശീന്ദ്രന്റെ കൃഷിയിടത്തിൽ നീർവാർച്ചയുണ്ട്. 12ഓളം കുളങ്ങളാണ് ശശീന്ദ്രൻ തെക്കുംകരയിൽ തീർത്തത്. ഒക്കെയും മത്സ്യകൃഷിക്കായി. തെക്കുംകരയിലെ ഭൂമിയിൽ ഉയർന്നയിടത്ത് 2 ഏക്കറോളം വരുന്ന വിശാലമായ കുളം. അവിടെയാണ് മത്സ്യങ്ങളുടെ ഈറ്റില്ലം. മത്സ്യമെന്നാൽ ചില്ലറക്കാരല്ല. പ്രത്യേകിച്ചൊരു പരസ്യം വേണ്ടാതെ വിറ്റുപോകുന്ന ഇനമാണ് എന്ന് ശശീന്ദ്രൻ അറിയാം. അതുകൊണ്ട് തന്നെ കാലത്തിന് യോജിച്ച തിലാപ്പിയ കൃഷിയിലായിരുന്നു ശശീന്ദ്രന്റെ കമ്പം. കാർപ്പും നട്ടറുമൊക്കെ ഉണ്ടെങ്കിലും തിലാപ്പിയയ്ക്ക് വിപണിയിൽ എന്നും വലിയ ഡിമാൻഡുണ്ട്. അതും ആധുനിക ശാസ്ത്ര സാങ്കേതികതയുടെ പിൻബലത്തോടെ നിൽക്കുന്ന ഗിഫ്റ്റ് ആവുമ്പോൾ പ്രത്യേകിച്ചും. തിലാപ്പിയ ആഫ്രിക്കക്കാരാണ്. ആഫ്രിക്കൻ മത്സ്യം കുളത്തിൽ മുട്ടയിട്ട് പെരുകുന്നു എന്ന പരാതിയായിരുന്നു ഇതുവരെ. അറിയാതെ പെരുകുന്ന തിലാപ്പിയ വെള്ളത്തിലെ പ്രാണവായു തീരുന്നതോടെ ചത്തൊടുങ്ങും. എന്നാൽ ആ പരാതിക്കും അറുതിയായി. ഗിഫ്റ്റ് എന്നാൽ ജനിതക മാറ്റം വരുത്തിയ തിലാപ്പിയയാണ്. പെൺ തിലാപ്പിയ കുഞ്ഞുങ്ങളെപ്പോലും വിപരീത ലിംഗത്തിലേക്ക് കടത്തിവിടുന്ന പ്രക്രിയ. കുഞ്ഞിലെ ആൺതിലാപ്പിയായി മാറുന്ന ഹോർമോൺ തെറാപ്പിയിലൂടെ മൊത്തം മത്സ്യങ്ങളും ആൺമത്സ്യങ്ങളായി മാറും. വിജയവാഡയിലെ രാജീവ് ഗാന്ധി അക്വാകൾച്ചർ കേന്ദ്രത്തിലാണ് ഗിഫ്റ്റ് തിലാപ്പിയയെ വികസിപ്പിക്കുന്നത്. എന്നാൽ ഗിഫ്റ്റ് കൃഷി പൂർണ്ണമായും ജൈവ സുരക്ഷയോടെ വേണം. കുറഞ്ഞത് 50 സെന്റെങ്കിലുമുള്ള കുളത്തിലെ ഗിഫ്റ്റിനെ കൃഷി ചെയ്യാൻ കഴിയും. ജൈവ സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർണ്ണമായും വേണം. പുറത്തുനിന്നും ഇരപിടിയന്മാർ മത്സ്യങ്ങളെ ആക്രമിക്കാതിരിക്കാനുള്ള വലകൾ, ശക്തമായ ബണ്ടുകെട്ടുകൾ, മത്സ്യങ്ങൾ തുറന്ന ജലാശയങ്ങളിലേക്ക് പോകാതിരിക്കാനുള്ള കരുതലുകൾ, ഇവയെല്ലാം ഉണ്ടെങ്കിലേ ഗിഫ്റ്റ് കൃഷി സാധ്യമാവും. തെക്കുംകരയിലെ ഭൂമിയിൽ ഇവയെല്ലാം ഒരുക്കി എന്നതാണ് ശശീന്ദ്രന്റെ നേട്ടം. നല്ല തീറ്റയിൽ 6 മാസം കൊണ്ട് തന്നെ 1/2 കിലോ എത്തുന്ന മത്സ്യങ്ങളാണ് ഗിഫ്റ്റ് തിലാപ്പിയ. പരസ്പരം മത്സരമില്ല. കുളത്തിൽ നന്നായി വിളഞ്ഞ് പെരുകിക്കൊള്ളും. ചെറുകുഞ്ഞുങ്ങളെ വിജയവാഡയിൽ നിന്നെത്തിച്ച് വലിയ സ്റ്റോക്കിംഗ് കുളത്തിൽ എത്തിക്കുന്ന രീതിയാണ് ശശീന്ദ്രൻ പരീക്ഷിച്ചത്. എപ്പോൾ വേണമെങ്കിലും ഒരു ചെറുകൊയ്ത്തിന് തയ്യാറാകുന്ന രീതിയിലാണ് മറ്റു കുളങ്ങൾ. ദീർഘചതുരാകൃതിയിൽ തീർത്തിരിക്കുന്ന കുളങ്ങളിൽ വലവളപ്പിനുള്ളിലാണ് മീൻകൃഷി. വലയാകട്ടെ ഉന്നതമായ നൈലോൺ സംവിധാനം. അക്ഷരാർത്ഥത്തിൽ മത്സ്യങ്ങൾ തൊട്ടിലിൽ കിടക്കുന്ന അവസ്ഥയാണിവിടെ. ഒരു കുളം കൊയ്യാൻ വലിയ വലയും ഒത്തിരി വലക്കാരും വേണ്ട. കുളത്തിന്റെ അടിഭാഗത്തെ നൈലോൺ നെറ്റ് ചെറുതായൊന്ന് ഉയർത്തിയാൽ മത്സ്യങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്തിക്കൊള്ളും. കൊയ്ത്ത് എളുപ്പമാകും എന്നർത്ഥം. എല്ലാ ദിവസവും ശ്യാം ഫാമിൽ കൊയ്ത്തുണ്ട്. ശശീന്ദ്രൻ തന്നെയാണ് അതിന് നേതൃത്വം നൽകുന്നത്. കോരുവലയിൽ കോരിയെടുക്കുന്ന പിടയ്ക്കുന്ന മീനിന് ആവശ്യക്കാർ ഏറെ. കിലോയ്ക്ക് 400 രൂപയാണ് വില. ഗിഫ്റ്റാകട്ടെ അഴകിലും വലിപ്പത്തിലുമൊക്കെ ഗിഫ്റ്റ് കരിമീനിനെയും വെല്ലും. വലിയ ബക്കറ്റിലേക്ക് കോരുവലയിൽ എത്തിക്കുന്ന മീനുകൾക്ക് ആവശ്യക്കാർ കരയ്ക്ക് തന്നെ നിൽപ്പുണ്ട്. പിടച്ചുമറിയുന്ന ഗിഫ്റ്റിന്റെ ചൈതന്യം ആരെയും വലിയ അഭിനിവേശത്തിലെത്തിക്കും. അതുതന്നെയാണ് ഗിഫ്റ്റിന്റെ വിജയരഹസ്യവും. വയനാട് തെക്കുംകരയിലെ 7 ഏക്കർ വരുന്ന കൃഷിഭൂമിയുടെ നായകൻ ശശീന്ദ്രൻ നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹം ഹരിതസുന്ദരവുമായി മനസ്സ് പങ്കുവയ്ക്കുന്നു. സ്വാഗതം ചെയ്യാം. നമസ്കാരം ശശീന്ദ്രൻ. നമസ്കാരം സർ. ഈ നമ്മുടെ പ്രേക്ഷകർ കൂടി അറിയാൻ വേണ്ടി പറയുകയാണ്, ഒരു കഴിഞ്ഞ കുറേ ഒരു നാൾ വേങ്ങപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ അംഗം കൂടിയായിരുന്നു ശശീന്ദ്രൻ. കൃഷിയിലേക്ക് ഉള്ള ഒരു മാറ്റം, ഒരു മനസ്സ്, ഒരു ചുവടുമാറ്റം എങ്ങനെയായിരുന്നു? കൃഷിയിലേക്കുള്ള ചുവടുമാറ്റം 2000-2005 കാലഘട്ടത്തിലാണ് ഞാൻ എൻ്റെ മനസ്സ് കൃഷിയിലേക്ക് മുഴുവനായിട്ട് അർപ്പിക്കാൻ തയ്യാറായത്. ആ കാലഘട്ടത്തിലായിരുന്നു ഗ്രാമപഞ്ചായത്ത് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഈ കാലയളവിൽ ഒരുപാട് ഫാം ബിസ്റ്റുകൾ, ഫിഷറീസ് ഉദ്യോഗസ്ഥന്മാരുടെ മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ടുള്ള ഉപദേശങ്ങൾ
അതുപോലെ തന്നെ കോട്ടക്കൽ ആയുർവേദശാലയുടെ ഔഷധ സസ്യകൃഷി സംബന്ധിച്ച ശില്പശാലകൾ, പിന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫാമിസ്റ്റുകൾ സ്റ്റേറ്റിനകത്തും പുറത്തുമുള്ള ഉദ്യോഗസ്ഥന്മാരുള്ള ആത്മാർത്ഥമായി നമ്മുടെ മനസ്സ് പഠിച്ചുകൊണ്ട് ഈ കാലയളവിൽ കർഷകർക്കൊപ്പം അവരെ മുമ്പിൽ നിന്നുകൊണ്ട് ഈ ക്ലാസ്സുകൾ പഠിക്കാനും ഈ വ്യത്യസ്ത കൃഷി രീതികൾ മനസ്സിലാക്കാൻ തയ്യാറായതാണ് വ്യത്യസ്തമായ ഒരു ടേണിംഗ് പോയിന്റിലേക്ക് കൃഷിയിലേക്ക് എന്നെ തിരിച്ചുവിട്ടത്. ഇപ്പോൾ മനസ്സിൽ കണ്ടിരുന്ന, അതായത് അതുവരെ വിഭാവന ചെയ്തിരുന്ന ഒരു കൃഷിയായിരുന്നോ ഈ ഫീൽഡ് തലത്തിൽ വന്നപ്പോൾ ഉണ്ടായത്? ഒരിക്കലുമല്ല. ഇതൊക്കെ വെറും പാഠങ്ങളായിരുന്നു എൻ്റെ മുമ്പിലുണ്ടായിരുന്നൊക്കെ. ഇവിടെയൊക്കെ ഈ ഔഷധ സസ്യകൃഷി സംബന്ധിച്ചിട്ടുള്ള പ്രാധാന്യം മനസ്സിലാക്കിയപ്പോൾ നാമാവശേഷമായി കൊണ്ടിരിക്കുന്നതും ഭാവിയിൽ അന്യം വന്നു പോകാൻ സാധ്യതകളുമായി ഈ ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കേണ്ടതിൻ്റെ വളരെ പ്രാധാന്യം മനസ്സിലാക്കി ഈ കൃഷിയിടങ്ങളെല്ലാം ഔഷധസസ്യങ്ങൾ 400 പരം ഔഷധസസ്യങ്ങൾ ഞാൻ വെച്ച് പിടിപ്പിക്കാനുള്ള ഒരു സാഹചര്യം അങ്ങനെയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ ഈ ജൈവ കൃഷി പിന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ പിന്നെയാണ് മത്സ്യകൃഷി. ഈ നാമനവൻ്റെ കൃഷിയിടങ്ങളിൽ നശിപ്പിക്കാതെ കഴുങ്ങിൻ്റെയൊക്കെ ഇടയിൽ തന്നെ ചെറിയ ചാലുകളൊക്കെ ഉണ്ടാക്കി അതിലും അതുപോലെ തന്നെ ചെറിയ കുളങ്ങൾ വലിയ കുളങ്ങളാക്കിയിട്ട് അവിടെയൊക്കെ ജലസംരക്ഷണ പ്രവർത്തനത്തിന് കൂടുതൽ ഊന്നൽ നൽകുന്ന രീതിയിൽ മത്സ്യകൃഷിയും, അതുപോലെ തന്നെ ഞാനിപ്പോൾ വെച്ചിട്ടുള്ള പഴവർഗ്ഗ കൃഷിയായാലും മറ്റെല്ലാ കൃഷിയിലും വെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ആ രീതിയിലുള്ള കുളങ്ങൾ കുഴിച്ചുകൊണ്ടുള്ള കൃഷിയാണ് പിന്നെ ചെയ്തത്. ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്, അതായത് വയനാട് പൊതുവെ ഒരു വരൾച്ച നേരിടുന്ന ഒരു സമയത്ത് ഒരു ഭാഗത്തും വെള്ളം പറ്റിയിട്ടില്ല, വലിയൊരു ജലസംഭരണികളായി തന്നെ ഇവിടുത്തെ 12ഓളം വരുന്ന കുളങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ നിന്നൊരു മത്സ്യകൃഷി വലിയൊരു വരുമാനം കൂടിയാണ്. ഈ മത്സ്യകൃഷി, അതായത് ഗിഫ്റ്റ് ജനറ്റിക്കലി ഇംപ്രൂവ്ഡ് ഫാം തിലാപ്പി എന്ന പ്രത്യേക മത്സ്യത്തെയാണ് ഇവിടെ വളർത്തുന്നത് പ്രധാനമായിട്ടും. ഇതിൽ നിന്നുള്ളൊരു വരുമാനം, അതിൻ്റെ ഒരു കൃഷി എങ്ങനെയാണ്? അത് ജനറ്റിക്കലി ഇംപ്രൂവ്ഡ് ഫാംഡ് തിലാപ്പിയ എന്ന് പറഞ്ഞ കൃഷിയാണ് ഇപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ആകർഷിക്കപ്പെട്ടിട്ടുള്ള ശുദ്ധജല മത്സ്യകൃഷി. നേരത്തെ റൂഹു കട്ട്ല ഗ്രാസ് കാർപ്പിക്കയായിരുന്നു. ഈ കൃഷീൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ ഫിഷ് എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ റിച്ചാണ്. കാർബോഹൈഡ്രേറ്റും ഫാറ്റും ഏകദേശം ഇല്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ രോഗികൾക്ക് നന്നായിട്ടത് കഴിക്കുന്നതിനും യാതൊരു പ്രശ്നമില്ല. പിന്നെ 6 മാസം കൊണ്ട് ഇത് വിളവെടുക്കാമെന്നുള്ളതാണ്. സാധാരണ ഫിഷറീസിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ തരുമ്പോൾ നമുക്ക് ഒരു വർഷം കൊണ്ടാണ് 1 കിലോ സൈസ്, 1 കിലോ 1.25 കിലോ 1.5 കിലോ ഒക്കെ ആയി കിട്ടുന്നത് നമ്മൾ ഫുഡ് കൊടുക്കുന്നതനുസരിച്ച്. പക്ഷേ ഇത് 6 മാസം കൊണ്ട് തന്നെ നമുക്ക് 450-500 ഗ്രാമായി കിട്ടുന്നുണ്ട്. അങ്ങനെ കിട്ടുമ്പോൾ അതിൻ്റെ വിലയും ഏകദേശം 1 കിലോയ്ക്ക് 400 രൂപ വെച്ച് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ 6 മാസം കൊണ്ട് ഇങ്ങനെ വിളവെടുക്കുന്ന ഒരു കൃഷി മറ്റേ രോഹു കട്ട്ലയിൽ നിന്ന് നമുക്ക് നടക്കില്ല, മറ്റേ ശുദ്ധജല മത്സ്യകൃഷി നടക്കില്ല. അത് ഏകദേശം 1 കിലോ ആകുമ്പോഴേ ശരിക്കുള്ള ടേസ്റ്റ് വരുന്നുള്ളൂ. ഇത് 6 മാസം കൊണ്ട് തന്നെ ഏകദേശം നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ ചെറുതും വലുതൊന്നും ഒരു വ്യത്യാസമില്ലാതെ തന്നെ ഒരു നല്ല ടേസ്റ്റോടുകൂടെ ജനങ്ങൾക്ക് കൊടുക്കാൻ കഴിയും. ഇപ്പോൾ ആരാണ് ഈ ഇത്തരം മത്സ്യങ്ങളുടെ ആവശ്യക്കാർ? എത്ര രൂപയ്ക്കാണ് ഈ മത്സ്യം വിൽക്കുന്നത്? മത്സ്യം ഇപ്പോൾ 1 കിലോയ്ക്ക് 400 രൂപ വെച്ച് കൊടുക്കുന്നു. ഈ ആവശ്യക്കാരാണ്? ആവശ്യക്കാർ ലോക്കലായിട്ടുള്ള ആൾക്കാർ വരുന്നുണ്ട്, അല്ലാണ്ട് വ്യത്യസ്ത ദൂരങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. ഈ കല്യാണം തുടങ്ങിയിട്ടുള്ള വ്യത്യസ്ത പുതിയ ചില ഫംഗ്ഷനുകൾ വരുമ്പോഴൊക്കെ ആവശ്യക്കാർ ഇഷ്ടംപോലെ ചോദിച്ചു പോകുന്നുണ്ട്. ചെറിയ സ്റ്റോക്കിംഗ് കുളങ്ങളിലാണ് മത്സ്യങ്ങൾ എപ്പോഴും എന്നതുകൊണ്ട് ആവശ്യക്കാർക്ക് അപ്പോൾ തന്നെ മത്സ്യങ്ങളെ നൽകുവാൻ കഴിയും. തീർന്നില്ല, ഗിഫ്റ്റിന്റെ രുചി അറിയാൻ ഒരു ശ്രമം. തിലാപ്പിയ നല്ലവണ്ണം വൃത്തിയാക്കി നല്ലവണ്ണം വരഞ്ഞ് മസാലയിൽ പുരണ്ട് അങ്ങനെ കിടക്കും. നല്ല കൈത്തഴക്കത്തോടെ അതിനെ ചീനച്ചട്ടിയിലെത്തിക്കാം. കുംഭമാസത്തിലും വയനാടിന്റെ വെളിച്ചെണ്ണ ഉരുകിയിട്ടില്ല. ചട്ടിയിലെ ചൂടിൽ തന്നെ ഉരുകാനാണ് വെളിച്ചെണ്ണയ്ക്ക് നിയോഗം. നന്നായി തിളച്ച എണ്ണയിലേക്ക് ഗിഫ്റ്റ് വീഴുന്നതോടെ ഒരു സുഗന്ധഗന്ധം നാടെങ്ങുമുയരും. ഗിഫ്റ്റിന്റെ സ്വയം പരസ്യമെന്ന് അതിനെ വിളിച്ചാലും തെറ്റില്ല. ഗിഫ്റ്റ് കൊയ്ത്തിൽ നിന്നും വലിയ വരുമാനം തന്നെയാണ് തെക്കിൻകരയിലെത്തിയത്. എന്നാൽ അതുകൊണ്ടൊന്നും തൃപ്തിപ്പെടാൻ ശശീന്ദ്രൻ ഒരുക്കമല്ല. അലങ്കാര മത്സ്യങ്ങളിലും ഒരു കൈ നോക്കി. സമുദ്രോൽപ്പന്ന വികസന കയറ്റുമതി അതോറിറ്റിയുമായി ബന്ധപ്പെട്ടു. അലങ്കാര മത്സ്യകൃഷിക്കുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കി. 22ഓളം വലിയ ടാങ്കുകളാണ് വീട്ടുമുറ്റത്ത് അതിനായി പണിതത്. 1.5 മീറ്റർ ആഴവും 60 സെന്റിമീറ്റർ വീതിയുമുള്ള 22ഓളം വലിയ ടാങ്കുകൾ. പ്രസവിക്കുന്ന മത്സ്യങ്ങളായ ഗപ്പി, മോളി, വാൾവാലൻ എന്നിവയെ കൂടെ കൂട്ടി. മുട്ടയിടുന്ന മത്സ്യങ്ങളായ സ്വർണ്ണ മത്സ്യങ്ങൾക്കും കാർപ്പിനും സ്ഥാനമുണ്ടിവിടെ. പ്രായോഗിക പരിചയവും യുക്തിയും ഉപയോഗിച്ചുള്ള പ്രജനന പ്രക്രിയകളാണ് ശശീന്ദ്രൻ പരീക്ഷിച്ചത്. ഫലമോ മികച്ച മത്സ്യങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന ഈറ്റില്ലമായി ശ്യാം ഫാംസ് മാറി. ശ്യാം ഫാംസിന്റെ റെഡ് ടെയിൽ ഗപ്പിക്കും സ്വെറ്റ് ടെയിലിനുമൊക്കെ വലിയ ഡിമാൻഡാണ് പുറത്ത്. കാർപ്പാകട്ടെ നല്ല ചൈതന്യവും ഊർജ്ജസ്വലവുമുള്ള മത്സ്യങ്ങളായി മാറും. 2 പെൺമത്സ്യവും 1 ആൺമത്സ്യവും എന്നതാണ് കാർപ്പിന്റെ പ്രജനന ജോഡി.
അവയെ വലിയ ഹാപ്പയിലിട്ട് പരീക്ഷിച്ചാൽ പ്രസവശേഷം മാതൃമത്സ്യങ്ങളെ മാറ്റുക എന്ന നടപടി കൂടി വേണം. അല്ലെങ്കിൽ കുഞ്ഞു മത്സ്യങ്ങളെ അവ അകത്താക്കിക്കളയും. ഇതിനായി പ്രത്യേക ഹാപ്പകൾ തന്നെ ശശീന്ദ്രൻ നിർമ്മിച്ചിട്ടുണ്ട്. ചെറിയ കുഞ്ഞുങ്ങൾക്ക് ചെറിയ ദ്വാരങ്ങളിലൂടെ ഊളിയിട്ട് രക്ഷപ്പെടാനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട്. വയനാട്ടിലെ മിക്ക പെറ്റ് സെന്ററുകാരും ശ്യാം ഫാംസിനെ തേടി വന്നു. തീക്ഷ്ണ നിറവും ഉയർന്ന ചൈതന്യവുമുള്ള മത്സ്യക്കുഞ്ഞുങ്ങളുടെ ഈറ്റില്ലമായി ശ്യാം ഫാംസ് മാറി. ഫിഷറീസ് വകുപ്പിന്റെയും കൃഷി വകുപ്പിന്റെയുമൊക്കെ ഓപ്പൺ ഫാം സ്കൂൾ കൂടിയാണ് ശശീന്ദ്രന്റെ കൃഷിയിടം. കാർഷിക വെറ്ററിനറി സർവകലാശാലയിൽ നിന്നും പഠന ഗവേഷണങ്ങൾക്കായി ദിനവും വിദ്യാർത്ഥികൾ വരുന്നുണ്ട്. പലർക്കും വേണ്ടി പ്രത്യേക പരിശീലന ക്ലാസും ഇവിടെ സംഘടിപ്പിക്കാറുണ്ട്. കൃഷിവകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ലൗലി അഗസ്റ്റിനും മൃഗസംരക്ഷണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ അനിൽ സക്കറിയുമൊക്കെ നയിച്ച ക്ലാസ്സിൽ പങ്കെടുക്കുവാൻ ഹരിതം സുന്ദരത്തിനും കഴിഞ്ഞു. അനേകായിരങ്ങൾക്കാണ് ഇത് സർവകലാശാലയാകുന്നത്. മറ്റൊന്ന് കാണാൻ കഴിയുന്നതെന്ന് വെച്ചാൽ നവഗ്രഹ വൃക്ഷങ്ങൾ, അതോടൊപ്പം തന്നെ ദശപുഷ്പങ്ങൾ, ദശമൂലം എന്ന് വേണ്ട മിക്കവാറും എല്ലാ ആയുർവേദ സസ്യങ്ങളും ഇവിടെയും വലിയൊരു നഴ്സറി തന്നെ, വലിയൊരു ഗാർഡൻ തന്നെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വാങ്ങാനും കാണാനുമായിട്ട് ആവശ്യക്കാർ വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇഷ്ടംപോലെ ആൾക്കാർ ഇപ്പോൾ ഞാൻ ഇതെല്ലാം ചെയ്തിട്ടുണ്ടല്ലോ, ഇതിനൊക്കെ ഇത്രയൊക്കെ ഒരു മഹത്വം വലുപ്പമുണ്ടല്ലോ എന്ന് ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഒരു മൂന്നാല് വർഷമായിട്ട് തന്നെ സ്ഥിരമായിട്ട് വിസിറ്റേഴ്സ് വിവിധ ജില്ലകളിൽ നിന്നും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും പിന്നെ അമ്പലവയൽ KVK തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും സന്നദ്ധ സംഘടനകളായിട്ടും ഒക്കെ കാർഷിക കോളേജുകളിൽ നിന്നൊക്കെ ഇവിടെ പിള്ളേർ വരുന്നുണ്ട്. പഠിക്കാനും റിസർച്ച് ചെയ്യാനുള്ള PhD പഠിക്കുന്ന സ്റ്റുഡൻസ് റിസർച്ച് ചെയ്യാനും, ചിലർ ഓർണമെൻ്റൽ ഫിഷിൻ്റെ കൾച്ചർ പഠിക്കാൻ വരും, ചിലർ എഡിബിൾ ഫിഷിൻ്റെ കൾച്ചർ പഠിക്കാൻ വരും, ചിലർ ഔഷധ സസ്യങ്ങളെ സംബന്ധിച്ചുള്ള വിശദമായ പഠനത്തിനൊക്കെ ഇവിടെ എത്താറുണ്ട്. ഈ അലങ്കാര മത്സ്യങ്ങളുടെ ഒരു സാധ്യത എങ്ങനെയാണ് ഈ രംഗത്ത്? അലങ്കാര മത്സ്യങ്ങൾക്ക് വലിയ സാധ്യതയാണ് കേരളത്തിലുള്ളത്. കാരണം ടൺ കണക്കിന് പിന്നെ മത്സ്യങ്ങൾ, അലങ്കാര മത്സ്യങ്ങൾ ഇവിടെ ചെന്നൈയിൽ നിന്നും നമ്മൾ കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ശേഷം നമ്മൾ കേരളത്തിലെ ജനങ്ങൾ മനസ്സ് കൊടുത്തുകൊണ്ട് തയ്യാറായി ഈ കൃഷിയിലേക്ക് വരികയാണെങ്കിൽ നല്ല മാർക്കറ്റും ശരിക്കൊരു നല്ലൊരു ഉപജീവനവും ആക്കി മാറ്റാൻ പറ്റുന്ന ഒരു തൊഴിൽ മേഖലയാണ് അലങ്കാര മത്സ്യകൃഷി. ഇപ്പോൾ ഈ പറമ്പ്, അതായത് 7 ഏക്കർ വരുന്ന ഈ പറമ്പിൽ ഇവിടെ കാണാൻ കഴിയുന്നത് യാതൊരു വിധത്തിലുള്ള രാസവസ്തുക്കളും അതോടൊപ്പം തന്നെ കീടനാശിനികൾ ഇവയൊന്നും തന്നെ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ പറമ്പിനെ ഇങ്ങനെ ചൈതന്യവത്താക്കി മാറ്റുന്നതിനും അതോടൊപ്പം തന്നെ ഉണ്ടാകാവുന്ന കീടങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിനുമൊക്കെയുള്ള മാർഗ്ഗങ്ങൾ എന്താണ്? ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഗുജറാത്തിൽ നിന്നുള്ള ഗീർ പശുക്കൾ 2013 അവിടെ ഗുജറാത്തിൽ പോകാനിടയായി. അവിടെ മോഡി സാർക്ക് നമുക്കൊരു അവാർഡ് കിട്ടാനുള്ള സാഹചര്യം കാർഷിക ഉദ്യോഗസ്ഥന്മാരിലൂടെ ഉണ്ടായി. അവിടെ നിന്നാണ് ഗീർ പശുക്കളുടെ ഗുണഗണങ്ങളെ പറ്റി മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഗീർ പശുവിൻ്റെ പാലിനേക്കാൾ അതിൻ്റെ യൂറിനാണ് ഏറ്റവും കൂടുതൽ മെഡിസിനൽ വാല്യൂ ഉള്ളതെന്ന് മനസ്സിലാക്കുകയും ആ പശുക്കളെ വളരെ കഷ്ടപ്പെട്ടാണെങ്കിലും എൻ്റെ തൊഴുത്തിൽ ഞാൻ എത്തിച്ചു. അതിൻ്റെ ഗീറിൻ്റെ യൂറിൻ മിക്സർ അതിൽ കാന്താരിമുളക് 2-3 ഐറ്റം ഔഷധ സസ്യങ്ങളെല്ലാം അരച്ച് ചേർത്ത് ഒരു 2 ആഴ്ചക്കകം അത് പ്രിപ്പയർ ചെയ്തത് മൂത്രം ആദ്യം പുളിപ്പിച്ചതിന് ശേഷം ഈ ഔഷധങ്ങൾ അതിൽ അരച്ച് ചേർത്ത് ഒരു 2 ആഴ്ചയ്ക്ക് അത് ബോട്ടിൽ ചെയ്ത് കൊടുക്കുന്ന ഒരു സംവിധാനം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചെയ്യുന്നുണ്ട് എൻ്റെ കൃഷിയിടത്തിൽ. സമ്മിശ്ര കൃഷിയുടെ പുതിയ വാതായനങ്ങൾക്കായി എന്നും മനസ്സുകൊടുത്തു ശശീന്ദ്രൻ. അതുകൊണ്ട് തന്നെ ജൈവകൃഷിക്ക് കൂട്ടായി പൈക്കൾ വന്നു. ഒത്ത നാടൻ പൈക്കൾ, എല്ലാം ഗിർ പശുക്കൾ. ഗുജറാത്തിലെ ഗിർവനത്തിന്റെ ഗരിമയുണ്ട് ഗിർ പൈക്കൾക്ക്. നല്ല ചെമ്പൻ തവിടിന്റെ നിറം, ഉയർന്ന മസ്തകം, താമര ഇതൾ പോലെ താഴോട്ടു തൂങ്ങുന്ന ചെവികൾ, കരിമിഴികൾ, താഴോട്ടു തൂങ്ങിയ ആടകൾ എല്ലാം ചേർന്നാൽ ഗിർപൈക്കളായി. പാൽക്കൊഴുപ്പ് കൊണ്ടും മേന്മ കൊണ്ടും ഇവർ വിശ്വപ്രസിദ്ധരാണ്. ചാണകമാകട്ടെ ഉയർന്ന ജൈവ ചൈതന്യമുള്ള വളവും. ഗിർപൈക്കളെയും കാസർഗോഡൻ പൈക്കളെയുമൊക്കെ ഒപ്പം കൂട്ടിയിട്ടുണ്ട് ശശീന്ദ്രൻ. പറമ്പിന്റെ ചൈതന്യമാകെ നിലനിർത്തുന്നത് പൈക്കളുടെ സാന്നിധ്യമാണെന്ന് വിദഗ്ധരും സാക്ഷ്യപ്പെടുത്തുന്നു. കണ്ണിനു ചുറ്റും മഞ്ചാടി മണികൾ അടുക്കിവെച്ച അഴകാണ് മണിത്താറാവുകൾക്ക്. മണിത്താറാവുകളുടെ നല്ല ജോഡികളെ ഒപ്പം കൂട്ടിയിട്ടുണ്ട് ശശീന്ദ്രൻ. പറമ്പിലാകെ ചികഞ്ഞു നടക്കാൻ ടർക്കി കോഴികളുടെ സാന്നിധ്യമുണ്ട്. ഉയർന്ന വിലയും ഡിമാൻഡുമുള്ള ബ്രോൺസ് ടർക്കികളാണ് ശ്യാം ഫാംസിൽ വിലസുന്നത്. ചാരയും ചെമ്പല്ലിയും ഉൾപ്പെടെയുള്ള നാടൻ താറാവുകൾ, ഗിനി കോഴികൾ എന്നിങ്ങനെ പോകുന്നു ആ നിര. മത്സ്യങ്ങളും പൈക്കളും ഔഷധസസ്യങ്ങളും പറവകളുമൊക്കെയായി വിശാലമായ ഒരു ക്യാൻവാസായി മാറി ശ്യാം ഫാം. കാണുന്നവരുടെ കണ്ണിൽ സൗന്ദര്യം നിറച്ച്, മനസ്സിൽ ആഹ്ലാദം നിറച്ച്, സ്വർഗീയ സൗരഭ്യമൂറുന്ന ഒരു ഭൂമിക.
രാസവള കൃഷികൾ ഉപയോഗിക്കുമ്പം, പ്രത്യേകിച്ച് നൈട്രേറ്റ് ഫെർട്ടിലൈസ് ഉപയോഗിക്കുമ്പോൾ മണ്ണിലെ ഒരുപാട് ജീവാണുക്കൾ നശിച്ചു പോയിട്ടുണ്ട്. അത് ശരിക്കും മണ്ണിലെ രാസവളങ്ങൾ ചെടികൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിട്ടുണ്ട് വയനാട്ടിലെ മണ്ണ് പൊതുവെ. ഈ സീറോ ബഡ്ജറ്റ് ഫാമിംഗ് അല്ലെങ്കിൽ ഈ നാടൻ പശുക്കളെ ചാണകം ഉപയോഗിച്ചിട്ടുള്ള വളങ്ങൾ കൂട്ടുകൾ ഉണ്ടാക്കുമ്പോൾ അത് ഈ ജൈവ അണുക്കൾ മണ്ണിൽ കൂടുതൽ ഉണ്ടാകുന്നതിന് കാരണമാവുകയും അത് ഈ ഈ മണ്ണിലെ സൂക്ഷ്മ മൂലകങ്ങളും NPKയും ചെടികൾക്ക് വലിച്ചെടുക്കുന്നതിനുള്ള മാധ്യമമായിട്ട് മാറുകയും ചെയ്യും. ഇപ്പം മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ 7 ഏക്കർ വരുന്ന ഈ ഭൂമിയിൽ ഒരിടത്ത് പോലും കൃഷി ഇല്ലാത്തതായിട്ട് നമുക്ക് തോന്നുന്നില്ല. എല്ലാ സ്ഥലത്തും ഏതെങ്കിലും തരത്തിലുള്ള വിളകളോ ഉണ്ട്. ഇനി എന്താണ് ഒരു പദ്ധതി? നമ്മൾ കേവലം നമുക്ക് ഭൂമി എന്ന് പറഞ്ഞ ഒരു വരദാനമായിട്ട് കിട്ടിയൊരു സാധനമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഭൂമിദേവിയെ വന്നിച്ചുകൊണ്ടാണ് നമ്മൾ രാവിലെയും 4:30-5 മണിക്ക് എൻ്റെ പറമ്പിലേക്ക് പോകുന്നത്. അപ്പോൾ ഒരു സെൻറ്റ് ഭൂമി പോലും നമുക്ക് അതിങ്ങനെ ഒരു തരിശായിട്ട് കിടക്കുന്നതിൽ എനിക്ക് യോജിപ്പില്ല. കാരണം അങ്ങനെയാണല്ലോ വേണ്ടത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചിലർ എന്നോട് ചോദിക്കാറുണ്ട്, ഈ ഔഷധ സസ്യങ്ങൾ ഇത്രയും നിങ്ങൾ ഈ അടുത്തടുത്ത് വെച്ച് പിടിപ്പിച്ചാൽ ഇത് കുറേ വലുതായി കഴിഞ്ഞാൽ എന്താവും? ഞാൻ അതിന് ഒറ്റയടിക്ക് പറയുന്ന മറുപടി, ഫോറസ്റ്റിൽ മരങ്ങൾ എങ്ങനെയാണുള്ളത്? ഫോറസ്റ്റിൽ ആരും കൊണ്ട് വെച്ചതല്ലല്ലോ. ആ മരങ്ങൾ സുഖമായിട്ട് ഫ്രീ ആയിട്ട് നാച്ചുറലായിട്ട് വളരുന്നു. എൻ്റെ പറമ്പിൽ അത്രയൊന്നും അടുപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് അങ്ങനത്തെ യാതൊരു പ്രശ്നമില്ല. അത് പരമാവധി ലാൻഡ് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല ഒരു ആവാസ വ്യവസ്ഥ, അവനവന് പറ്റുന്ന രീതിയിലൊരു ആവാസ വ്യവസ്ഥ പ്രകൃതിയിൽ പരിസര സൗഹൃദ രീതിയിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് എൻ്റെ കൃഷിയിടത്തിൻ്റെ രീതി. എന്തായാലും പ്രകൃതിയുടെ ഉപാസകനായിട്ടും അതോടൊപ്പം തന്നെ ധാരാളം കർഷകർക്ക് മാതൃകയായിട്ടും അങ്ങ് എപ്പോഴും അങ്ങയുടെ ആശയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സർ. പ്രകൃതിയെ നോവിക്കാതെ, പ്രകൃതിയിലേക്ക് ഒന്നും കലർത്താതെ നൈർമല്യമുള്ള പ്രകൃതിയെ നമുക്ക് കാണിച്ചു തരികയാണ് ശശീന്ദ്രൻ. നല്ല മണ്ണിൽ നിന്ന് നല്ല വെള്ളം, നല്ല വെള്ളത്തിൽ നിന്ന് നല്ല ഭക്ഷണം, ഇതൊക്കെ ആസ്വദിക്കണമെങ്കിൽ ഒരു സുഹൃതം തന്നെ വേണം. വയനാടിൻ്റെ ആ സുഹൃതവും പേറി ഞങ്ങൾ യാത്രയാവുകയാണ്. കോടമഞ്ഞ് ഞങ്ങളെ പുണർന്നു നിൽക്കുന്നു. വയനാടിൻ്റെ ചൂടും ചൂരും ഒരിക്കലും മായാതെ നിൽക്കട്ടെ. മറ്റൊരു കൃഷിക്കാഴ്ചയുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. ഇതേ ദിവസം ഇതേ സമയം.